I'm feeling like I'm organizing a ladies college trip because see a beautiful view from balcony. ആ പുള്ളി എന്തെല്ലാം മിക്സ് ചെയ്ത് തന്നിട്ടുണ്ട്, ഞാൻ ട്രൈ ചെയ്യണേ. ഈ പഞ്ചായത്തിലുള്ള എല്ലാ ഐറ്റംസും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് ദിവസത്തേക്ക് നമ്മൾ കാണാൻ പോകുന്നത് തുർക്കിയിലെ കാഴ്ചകളാണ്. എൻ്റെ സെക്കൻഡ് ട്രിപ്പാണ് തുർക്കിയിലേക്ക്. അപ്പോൾ തുർക്കിയിലെ ഒരു ഫാം ട്രിപ്പിനാണ് പോകുന്നത്. അതായത് തുർക്കിഷ് ടൂറിസം ബോർഡിൻ്റെ ഇൻവിറ്റേഷൻ പ്രകാരം രണ്ടാമത്തെ ട്രിപ്പിനാണ് എനിക്ക് ഒരു അവസരം കിട്ടുന്നത്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിക്കുക, പുതിയൊരു ഡെസ്റ്റിനേഷൻ പരിചയപ്പെടുത്തുക. പൊതുവേ തുർക്കിയിൽ പോകുന്ന ആൾക്കാർ കാണാത്ത ഡെസ്റ്റിനേഷൻ ആയിരിക്കും ഈ തവണയും കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആ കാഴ്ചകളിലേക്ക് പോവാം. ദിസ് ഈസ് മിസ്റ്റർ ജിനു ആൻഡ് ദിസ് ഈസ് ഗസൽ. ഹൈ, വി ഹാവ് അനദർ ട്രിപ്പ് മേറ്റ്സ് ദെയർ. We are last guys. Hey Marwa. Hi, how are you? Next beautiful lady, Inakshi. and she also joining with us. Yes. Let's rock in Turkey. Yes. How are you, bro? ഈ തുർക്കിഷ് എയർലൈൻസിന്റെ ഫാം ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ക്ലാസ് എക്സ്പീരിയൻസ് ആയിരിക്കും. ബിസിനസ് ക്ലാസ്സിലായിരിക്കും ട്രാവലിംഗ്. അപ്പോൾ ഞാൻ ഫ്ലൈറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നാട്ടിലെ വീഡിയോസ് ഒക്കെ കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർ ഈ പുതിയ സീരീസിലുള്ള തുർക്കി യാത്ര ചെയ്യണത് കാര്യമായിട്ട് കാണണം കേട്ടോ. നമ്മളും മെല്ലെ പുറപ്പെടുകയാണ്. തുർക്കിഷ് എയർലൈൻസിന്റെ ബിസിനസ് ക്ലാസ് സെറ്റപ്പാണ് ഇത് കാണുന്നത്. അതിൽ ഫസ്റ്റ് സീറ്റിൽ തന്നെയാണ് ഇരിക്കുന്നത്. 974 സ്റ്റേഡിയത്തിന്റെ വ്യൂ നല്ല ഗംഭീരമായിട്ടുണ്ട്. ടർക്കിഷ് എയർലൈൻസിലെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ആണ്. വാവ്, എമ്മാതിരി വിഷ്വലാ. നമ്മളങ്ങനെ തുർക്കിയിൽ ലാൻഡ് ചെയ്യാൻ പോവാണ്. തുർക്കിയുടെ ഒരു പച്ചപ്പും ഹരിതാപയും കണ്ട. ഗോ, താങ്ക് യു സോ മച്ച്. ഞാനാണ് ഫസ്റ്റ് ആള് പുറത്തേക്ക് ഇറങ്ങുന്നത്. ഈ ടർക്കിഷ് എയർലൈൻസിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? വേൾഡിലെ ഏറ്റവും വലിയ വിമാന കമ്പനി നമുക്ക് അവരെ വിളിക്കാൻ പറ്റും. അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 130-ലധികം കൺട്രീസിലേക്ക് ഓപ്പറേഷൻസ് ഉള്ള ഒരു എയർലൈൻ കമ്പനിയാണ് ടർക്കിഷ് എയർലൈൻസ്. അതുപോലെ തന്നെ 400-ലധികം എയർക്രാഫ്റ്റുകൾ അവർക്കുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബിസിനസ് ക്ലാസ് എക്സ്പീരിയൻസിൽ ഖത്തർ എയർവേസ് ആണ് ബെസ്റ്റ് എന്ന് പറയുമെങ്കിലും ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിലേക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന എയർലൈൻ കമ്പനി എന്ന് പറയുന്നത് ടർക്കിഷ് എയർലൈൻസ് ആണ് കേട്ടോ. ഫൈനലി ഞങ്ങൾ ഇസ്താംബുൾ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ഇനിയിപ്പോൾ എങ്ങോട്ടൊക്കെയാ പോകണം? ജിനുബായി ആണ് ക്യാമറ എടുത്തുകൊണ്ടിരിക്കുന്നത്. മൂപ്പര് പറയും എങ്ങോട്ടാ പോകേണ്ടത്. തുർക്കി എയർപോർട്ട് आपका स्वागत है. I will be together with you during the program. Okay. Now we are in Istanbul Airport. കഴിഞ്ഞ തവണ നമ്മൾ കസ്റ്റമോനു എന്ന് പറയുന്ന സ്ഥലമാണ് എക്സ്പ്ലോർ ചെയ്തെങ്കിൽ ഇത്തവണ ഇവർ കൊണ്ടുപോകുന്നത് ബുർസ എന്ന് പറയുന്ന ഒരു ഹിൽ സ്റ്റേഷനിലേക്കാണ്. ആ ഒരു ഏരിയ തന്നെയാണ് മൊത്തത്തിൽ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ഇസ്താംബുളിൽ വരുന്ന ആളുകൾക്ക് ആ സ്ഥലത്തേക്ക് പോകാൻ ഇവിടുന്ന് ഡയറക്റ്റ് ബസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ BB ബസ് എന്ന് പറഞ്ഞൊരു ബസ് ഉണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ ഈ ബുർസ സിറ്റി സെൻറ്ററിലേക്ക് എല്ലാ മണിക്കൂറിലും ബസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ ഇവിടുന്ന് എന്തായാലും നമ്മൾക്കൊരു പ്രൈവറ്റ് ബസ്സും ഗൈഡിനൊക്കെ മൂവർ സെറ്റാക്കിയിട്ടുണ്ട്. പുള്ളിയുടെ കൂടെ കയറി കഴിഞ്ഞ് മഴ പെയ്യുന്ന അടിപൊളി. ഞാൻ വന്നിറങ്ങിയപ്പോഴും മഴ. അങ്ങനെ ഞങ്ങൾ തുർക്കിയിൽ ഫസ്റ്റ് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുക. ഐ ആം ഫീലിംഗ് ലൈക്ക് ഐ ആം ഓർഗനൈസിങ് എ ലേഡീസ് കോളേജ് ട്രിപ്പ് ബിക്കോസ് സീ ഓൺലി ലേഡീസ് ട്രിപ്പ്. ഇതൊക്കെയാണ് നമ്മുടെ ടീം കേട്ടോ. ഇത്തവണത്തെ ട്രിപ്പിൽ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ ഇവരൊക്കെയാണ്. ഇത്രയും ആൾക്കാരേ ഉള്ളൂ. കഴിഞ്ഞ തവണ 10-20 മേലെ ആൾക്കാരുണ്ടായിരുന്നെങ്കിൽ ഇത്തവണ ഇത്രയും ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഇന്നിപ്പോൾ നമ്മൾ ലഞ്ച് അടിക്കാൻ പോണത്. ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ നല്ല ചൂടായി. ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. സോ ഇത്തവണത്തെ ഫെമിലറൈസേഷൻ ട്രിപ്പിൽ ബുസ എന്ന് പറയുന്ന ഒരു ഹിൽ സ്റ്റേഷൻ എക്സ്പ്ലോർ ചെയ്യാനാണ് തുർക്കിഷ് എയർലൈൻസ് നമ്മളെ റെക്കമെൻഡ് ചെയ്തിട്ട് വിട്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു അവസരമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് ഡേയിലെ വന്നിറങ്ങിയ സമയത്തുള്ള എക്സ്പീരിയൻസ് ആണ് ഇപ്പോഴേ നടന്നുകൊണ്ടിരിക്കുന്നത്. ജെൻസിൻ്റെ വാഷ്റൂമിൽ എഴുതി വെച്ചേക്കുന്നുണ്ടോ? ട്രെയിൻ വാഷ്റൂം. ഇവിടുത്തെ ഒരു ലോക്കൽ ട്രെയിനാണ് തോന്നുന്നു. I am a historian and professional tourist guides. 1976 ആരംഭിച്ചിട്ടുള്ള അബിദീൻ ഉസ്ത, ദാറ്റ്സ് ദ നെയിം. അബിദീൻ ഉസ്ത എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരുപാട് ടൈപ്പ് ഡിഷസ് കാണാം. തുർക്കിഷ് ഫുഡ് ഭയങ്കര ഫേമസ് ആണല്ലോ. അപ്പോൾ നമുക്ക് ഈ കാണിക്കുന്ന സംഗതിയിൽ നിന്ന് ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്തിട്ട് കഴിക്കാന്നുള്ളതാണ് ഇവർ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഫുഡ് ട്രൈ ചെയ്തിട്ട് തന്നെ നമ്മൾ തുടങ്ങുകയാണ്. Ghazal is on a tension. Many items are there. We don't know what to choose. So many. I'm just looking for
She's asking that she needs some Indian food here. No, I'm not asking for Indian food. I was just trying to match it. Match it, yeah. This one chicken. This is lamb, huh? She's a chef and she is very much familiar about all kinds of dishes. So പുള്ളിക്കാര് ചൂസ് ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് കഴിക്കാന്ന് വിചാരിക്കുന്നു. What you prefer? You are looking for Russian taste? Yes. Iggy, what you are searching? You are looking something related to Filipino? No, not anymore. ഞാനും ജിനുബായി ആകപ്പാടെ കൺഫ്യൂഷനിലാണ്. ഇപ്പൊ ഇവരൊക്കെ എന്തെല്ലോ പറയുന്നുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, എല്ലാത്തിലും ഓരോ സാമ്പിൾ കഴിച്ചു നോക്കാം. അവര് റൈസ് എടുക്കുന്നുണ്ടോ? ഒരു ചെറിയൊരു ബൗൾ അതെടുത്ത് പലതരത്തിലുള്ള ഇഡലി വെച്ചത്. ദാറ്റ് വൺ ഓൾസോ ഒന്നും പെടുന്നില്ല നമ്മള്. ഞാൻ ഈ വഴിയിലുള്ള സാധനങ്ങളൊക്കെ നിറച്ചിട്ടുണ്ട്. ഈ പഞ്ചായത്തിലുള്ള എല്ലാ ഐറ്റംസും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. എന്റെ പ്ലേറ്റ് നോക്കി എന്താണെന്നൊന്നും അറിയാൻ പാടില്ല, അതുകൊണ്ട് എല്ലാം ട്രൈ ചെയ്ത് നോക്കുന്നത്. എന്റെ പ്ലേറ്റിൽ ഇത്രയും സാധനം നിറച്ചിട്ടുണ്ട്. ഇവിടെയുള്ള എല്ലാ സാധനവും കുറച്ച് ട്രൈ ചെയ്യാൻ വേണ്ടിട്ട് എടുത്തിട്ടുണ്ട്. ഫീൽ ഫ്രീ ടു ട്രൈ എനിത്തിങ് ഫ്രം ദിസ് ബിക്കോസ് ഐ ടുക്ക് എവറിത്തിങ്. ജിനു ഓൾസോ റിച്ച്. കിട്ടുന്ന സാധനമാണ്, അതായത് പംകിൻ ആണ്. ടേസ്റ്റി റൈറ്റ്? I know. I can feel its taste from your face. Made like a sambar and rice. Sambar rice. അത് മറ്റേ സൂപ്പിന്റെ കൂട്ടത്തിൽ റൈസ് ഇട്ടിട്ട് അവള് സാമ്പാർ കഴിക്കുന്നവരെ കഴിക്കുന്നു. എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് പല ടൈപ്പ് സാധനങ്ങൾ കഴിച്ചിട്ട് എല്ലാത്തിനെ പറ്റിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനേ ഇവരുടെ കിച്ചണിലേക്ക് തന്നെ, ഞാൻ ഈ വീഡിയോ എടുക്കുന്നുണ്ട് അവരെന്നെ അവരുടെ കിച്ചണിലേക്ക് തന്നെ വിളിച്ചു. ഇത് കണ്ടോ, ഇത് ഇവരുടെ ഒരു സ്പെഷ്യൽ ഹൽവയാണ്, അതായത് മിൽക്കും ഷുഗറും ചേർത്തിട്ടുള്ള ഹൽവ. വാട്ട് ഈസ് ദിസ് നെയിം? Sweet halwa. സ്വീറ്റ് ഹൽവ, ദാറ്റ്സ് ദ നെയിം. ആ റിയലി? ഓക്കെ, സ്വീറ്റ് ഹൽവ തന്നെയാ പറയാ. നല്ല ടേസ്റ്റ് ഉണ്ട്, സൂപ്പർ സാധനമായിരുന്നു അത്. പിന്നെ ഇതൊക്കെ ഡെസേർട്ട് ഐറ്റംസിൽ കുറേ ടൈപ്പ് സംഗതികളുണ്ട്. എനിക്കിങ്ങനെ മധുരം ഒരുപാട് കഴിക്കണ്ടെന്നുള്ളതുകൊണ്ട് ഞാൻ അധികം കഴിച്ചില്ല. ഞാനിങ്ങനെ ജസ്റ്റ് ക്ലോസ് ആയിട്ട് പോകണില്ല. ഇതൊക്കെ ഇവിടുത്തെ തുർക്കിഷ് ഐറ്റംസ് ആണ്. കഴിഞ്ഞ തവണ നമ്മൾ കസ്തമോനൂല് പോയപ്പോൾ ഇത്രയധികം മെനു ഉള്ള സാധനങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ബുസയിൽ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വന്നത്. ഇവിടുത്തെ മെനുവിൽ കിടക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ഇത് മുഴുവൻ കഴിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാസ്ക്. കഴിഞ്ഞ തവണ വന്നപ്പോഴും കഴിച്ച സാധനമാണ് ഈ ക്രാൻബെറി ജ്യൂസ് കേട്ടോ, അത് നല്ല ടേസ്റ്റാണ്. ഞാൻ ആ സ്വീറ്റ് ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കിയപ്പോഴേക്ക് പുള്ളി അതിന്റെ മുകളിൽ വേറെ എന്തൊക്കെയോ ചേർത്ത് തരുന്നുണ്ട്. വാട്ട് ഈസ് ഹിസ് നെയിം? Kemal Pasha. യമാൽ പഷ. അമ്പോ, ആ പുള്ളി എന്തെല്ലാം മിക്സ് ചെയ്ത് തന്നിട്ടുണ്ട്, ഞാൻ ട്രൈ ചെയ്യണേ. Oh my god, excellent in taste. Right? Very good. Right? Right? Yeah. Really right? Your name is Ali. Ali Kemal Selimoglu, but you can call me Ali. Ali. Yes. Mr. Ali is there for our gate. Yes, okay. How are you? All good? Fine, thank you. What So- about you? How was your trip? Very good, very nice it is, and the food also very excellent. It was excellent food. Enjoy. ഞാൻ വണ്ടിയിൽ നിന്ന് കൂർക്കം വലിച്ചു ഇറങ്ങിപ്പോയി. കാരണം നമ്മൾ ഇന്ന് താമസിക്കാൻ പോകുന്ന റിസോർട്ടിലേക്ക് വന്നേക്കാണ്. വാവ്, ഈ നെഫെസ് എന്ന് പറയുന്ന ഒരു റിസോർട്ടാണിത് കേട്ടോ. ഈ റിസോർട്ടിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ നോക്കിയേ. ഒരു ലേക്ക് ഉണ്ട് നേരെ മുന്നിൽ, പിന്നെ വിശാലമായ സ്ഥലമാണ് ഇങ്ങനെ കിടക്കുന്നത്. Where were you? Didn't seen you. I was snoring. I was sleeping. You were snoring. Someone, I heard that someone snoring. It was you. Nefes എന്ന് പറയുന്ന ഒരു റിസോർട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെക്ക് ഇൻ ചെയ്യാൻ പോവാണ്. അപ്പേ ഈ പട്ടി എൻ്റെ നേരെയാണല്ലോ വരുന്നത്. ഒന്നുമില്ല മോനെ എൻ്റെ അടുക്ക്. അടിപൊളി. ഇവിടുത്തെ തണുപ്പത്ത് കിട്ടാ പറക്കുന്ന തണുപ്പാണ്. ആ തണുപ്പത്ത് വളരുന്ന പട്ടികളെ കണ്ടോ. അക്ഷയാണെങ്കിൽ ഇപ്പൊ അതിനെ കയ്യിലെടുത്ത് തന്നെ പോയിട്ട്. ഹായ്, എല്ലാം എൻ്റെ ചുറ്റിലായി. നോക്കിയേ. താങ്ക് യു. ഇതാണ് എൻ്റെ ഹട്ട് 106. നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഫെസിലിറ്റീസ് കംപ്ലീറ്റ് തുർക്കിഷ് ടൂറിസം ബോർഡ് ഫ്രീ ആയിട്ട് നൽകുന്നത് കേട്ടോ. ഇതിപ്പോൾ രണ്ടാമത്തെ തവണയാണ് എനിക്ക് ഇതുപോലത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്.
അപ്പോൾ നിങ്ങൾ വീഡിയോസൊക്കെ കാണുന്നതിൻ്റെ ആ ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിലാണ് നമുക്ക് ഇതുപോലത്തെ ഓപ്പർച്യൂണിറ്റി ഒക്കെ കിട്ടുന്നത്. അതിന് സ്പെഷ്യൽ താങ്ക്സ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെയുള്ള കാഴ്ചകൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഞാൻ എൻ്റെ റൂം കാണിച്ചത്. ഇതാണ് എൻ്റെ റൂം, ഇതാണ് എൻ്റെ ഹട്ട്. ഉള്ളിൽ കയറുമ്പോഴേക്കാണ് ആ തണുപ്പിൽ നിന്ന് ഉള്ളിലെ ഹീറ്ററിൻ്റെ ഒരു ചൂട് കിട്ടുന്നത്. ഇതാണ് ഈ റൂമിലെ ഫെസിലിറ്റീസ്. കംപ്ലീറ്റ്ലി വുഡൻ ഹൗസാണിത്. അപ്പോൾ നേരെ ഒരു ബാൽക്കണി ഒക്കെ ഉണ്ട്. ബ്യൂട്ടിഫുൾ വ്യൂ ഫ്രം ബാൽക്കണി. റൂമിൻ്റെ ഉള്ളിൽ ഹീറ്റർ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ചില്ലർ ഉണ്ട്. ബാൽക്കണി എന്നുള്ളൊരു വ്യൂ നോക്കിയേ, ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ലേക്ക് വ്യൂ ആണുള്ളത്, കണ്ടോ? അപ്പോൾ ഇനി 2-3 ദിവസം നമ്മൾ ഈ ചുറ്റുവട്ടത്തൊക്കെ ആയിട്ടുണ്ടാവും. തണുപ്പ് എന്നെല്ലാം പറഞ്ഞാൽ എമ്മാതിരി തണുപ്പാന്ന് പറയാം, കിട്ടുകിട്ടാ വരക്കുന്നത്. അപ്പോൾ രാത്രിയൊക്കെ ആകുമ്പോഴേക്കും മൈനസിൽ പോകുന്നതാണ് തോന്നുന്നത്. അമ്മാതിരി തണുപ്പ്. ഇപ്പോൾ വൈകുന്നേരത്തെ സമയമാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ഫെസിലിറ്റി കിട്ടാൻ കാരണം മാപ്സ് ആൻഡ് വോക്സ് നമ്മളെ റെക്കമെൻഡ് ചെയ്ത് വിട്ടതുകൊണ്ടാണ്. അപ്പോൾ മാപ്സ് ആൻഡ് വോക്സിന് സ്പെഷ്യൽ താങ്ക്സ്. പിന്നെ ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ്സ് ഒക്കെ നമുക്ക് റെഡിയാക്കി തന്ന് ഇങ്ങോട്ടുള്ള യാത്രയൊക്കെ സുഗമമാക്കി തന്നിട്ടുള്ളത് ടർക്കിഷ് എയർലൈൻസ് ആണ്. സോ ടർക്കിഷ് എയർലൈൻസ് ആൻഡ് മാപ്സ് ആൻഡ് വോക്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ കാണണം, കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റുകളൊക്കെ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്, ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ സീ യു.